ക്യാൻഡിയാണ് ചെയ്യാൻ പോകുന്നത്. ഈ ക്യാൻഡി ഒരു കൊറിയൻ ട്രഡീഷണൽ ക്യാൻഡിയാണ്. ഇതിൽ ക്യാൻഡി മാത്രമല്ല ഉള്ളത്, ഡാൽഗോണ കോഫി ഉണ്ട്, ഡാൽഗോണ ടീ ഉണ്ട്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഡാൽഗോണ ക്യാൻഡിയാണ്. ഇതിന് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് അങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഷുഗറും ഓയിലും ബേക്കിംഗ് സോഡയുമാണ് എടുത്തേക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ കയ്യിൽ ഈ ഷുഗർ 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെയ്തെടുക്കാം. നമ്മളപ്പോൾ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം. അതാണ് നമ്മളിപ്പോ കാരമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിങ്ങനെ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാര കരിയാൻ സാധ്യതയുണ്ട്. അത് കാരണം ഇടയ്ക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ഒരുപാട് ഫ്ലെയിമിൽ നിർത്താൻ പാടില്ല. ഇത് അലിയുന്ന വരെ നമ്മൾ അത് വെക്കണം. പഞ്ചസാര കട്ടയായിട്ട് തന്നെ ഇരിക്കാൻ പാടില്ല. പഞ്ചസാര നന്നായി വെള്ളം പോലെ അലിയണം. അതുവരെ നമ്മൾ ഇതിൻ്റെ മുകളിൽ പിടിക്കണം. ഇത് നമ്മളൊരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര മുഴുവനായി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അത് കാരണമാണ് നമ്മൾ ഇതൊരു കയ്യിൻ്റെ മുകളിൽ വെക്കുന്നത്. ഫ്രണ്ട്സ്, ഇപ്പൊ ഷുഗർ നന്നായി വെള്ളമായിട്ടുണ്ട്. ഇത് കരിയാൻ പാടില്ല ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മൾ കാരമലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്പൂണിലൊക്കെ ചെറുതായിട്ട് ഒട്ടിയിട്ടുണ്ട്. അതൊന്നും പക്ഷെ സാരമില്ല. പക്ഷെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കാരമലൈസ് ചെയ്തിട്ടാവേണ്ടത്. ഫ്രണ്ട്സ്, നമ്മൾ ഇത്ര ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത്രയും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നമ്മളൊരു പിഞ്ച് എടുത്തിട്ടുള്ളൂ ബേക്കിംഗ് സോഡ. നമുക്കിനി നന്നായി ഇളക്കി കൊടുക്കാം. ഇത് ഫ്രണ്ട്സ്, ഇത് കണ്ടോ? ബേക്കിംഗ് സോഡ ഇട്ട വഴി തന്നെ ഇതിന്റെ കളറ് മാറി കോഫി പോലെയായി. അപ്പൊ അങ്ങനത്തെ കളറ് വേണം. അങ്ങനത്തെ കളറാണ് ഇതിന് വേണ്ടത്. ഫ്രണ്ട്സ്, നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ചൂടാക്കാൻ പാടില്ല. ഇനി നമുക്ക് നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ച ആ സ്പൂണിൽ നിന്ന് നമ്മൾ കുറച്ച് ഓയിൽ ഇങ്ങനെ ഈ പ്ലേറ്റിലേക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ സ്പൂണിൻ്റെ ഹെൽപ്പ് ചെയ്താണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം അതേ നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങും. അത് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. ഇത് നമ്മളൊരു ലോലിപോപ്പ് പോലെ യൂസ് ചെയ്യാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. സ്റ്റിക്ക് വെക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളിപ്പോൾ ഒന്നിൽ മാത്രം സ്റ്റിക്ക്
വെക്കാത്തതുള്ളൂ. ഫ്രണ്ട്സ്, ഇതിൽ നിങ്ങൾക്ക് ഡിസൈൻസ് ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് സ്റ്റിക്കായിട്ട് ഈർക്കിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈർക്കിൽ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂത്ത് പിക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ആയിട്ടുണ്ടോ നോക്കാം. ഇത് 3 to 2 minutes ആവും, പെട്ടെന്ന് തന്നെ ആവും. അപ്പം ഇതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാൻഡി വന്നിരിക്കുന്നത്. കണ്ടോ, നമുക്ക് എല്ലാ ക്യാൻഡിയും വരുന്നുണ്ടോ നോക്കാം. എല്ലാ ക്യാൻഡിയും വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കഴിച്ച് നോക്കാം. ഫ്രണ്ട്സ്, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ക്യാൻഡി സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇത് അത്ര ഈസിയുമാണ്, ഭയങ്കര ടേസ്റ്റിയുമാണ്. അത് സൂപ്പറാണ്. ഇതേ കണ്ടോ, ഇത് നിങ്ങൾക്ക് സ്റ്റിക്ക് വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സൂപ്പർ ടേസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ്. എനിക്ക് കോവിഡ് വന്നിട്ട് റിക്കവർ ആയിക്കൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. അത് കാരണം നിങ്ങൾക്ക് എൻ്റെ ശബ്ദത്തിന് വല്ല വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ കോവിഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ ചെന്ന് കാണുക. ഞാൻ ഡാൽഗോണ ക്യാൻഡി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ, പഞ്ചസാരയുടെ ഇടയിൽ നിങ്ങളൊരു കട്ടുറുമ്പിനെ കണ്ടായിരുന്നില്ലേ? അപ്പോഴാണ് ഞാൻ ഓർത്തത്, പണ്ട് ഞാനൊരു കട്ടുറുമ്പിനെ കാത് കുത്തുന്ന ആ ഒരു പാട്ട് പാടുമായിരുന്നു. ആ പാട്ട് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഈ ഡാൽഗോണ ക്യാൻഡി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പാട്ടും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ കട്ടുറുമ്പിന്റെ കാത് കുത്തായിരുന്നു? അതിന്റെ വിശേഷങ്ങൾ അറിയണ്ടേ? കേട്ടോളൂ. കട്ടുറുമ്പിനും കാത് കുത്തണം, കാട്ടിലുള്ളൊരു മലാന്നു നടലും വന്നു വിടലും വന്നു, കേട്ടോരൊക്കെ വിരുന്നു വന്നു. കട്ടുറുമ്പിനും കാത് കുത്തണം, കാട്ടിലുള്ളൊരു മലാന്നു നടലും വന്നു വിടലും വന്നു, കേട്ടോരൊക്കെ വിരുന്നു വന്നു. അരിയുമായി ചുണ്ടലി വന്നു, വിറകുമായി കടന വന്നു, വെച്ചുവിടമാൻ കിച്ചയും വന്നു, വേവുന്ന പൂജയും വന്നു. കട്ടുറുമ്പിനും കാത് കുത്തണം, കാട്ടിലുള്ളൊരു മലാന്നു നടലും വന്നു വിടലും വന്നു, കേട്ടോരൊക്കെ വിരുന്നു വന്നു. പരിപ്പ് വെച്ചു, പായസം വെച്ചു, പച്ചടി കിച്ചടി വേറെ വെച്ചു. പരിപ്പ് വെച്ചു, പായസം വെച്ചു, പച്ചടി കിച്ചടി വേറെ വെച്ചു. എല്ലാരും കൊണ്ടു നടലും കൊണ്ടു, വീടലും കൊണ്ടു, കുട്ടികളും കൊണ്ടു. ചോറിട്ടെ വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചെന്ന് എടോ, തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എനിക്ക് മാത്രം കിട്ടിയില്ല, കട്ടുറുമ്പിനും കാത് കുത്തണം, കാട്ടിലുള്ളൊരു മലാന്നു നടലും വന്നു വിടലും വന്നു, കേട്ടോരൊക്കെ വിരുന്നു വന്നു. കട്ടുറുമ്പിനും കാത് കുത്തണം, കാട്ടിലുള്ളൊരു മലാന്നു നടലും വന്നു വിടലും വന്നു, കേട്ടോരൊക്കെ വിരുന്നു വന്നു. നന്ദി. ഫ്രണ്ട്സ്, നിങ്ങൾ കേട്ടില്ലേ ആ പാട്ട്? എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരെ